Hello everyone. In this video, I am going to discuss proposition 3.4. Statement: a differentiable function f on closed interval ab is convex if and only if derivative of f is increasing. അതായത് എഫ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി പ്രൂവ് ദാറ്റ് എഫ് ഈസ് കോൺവെക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഈസ് ഇൻക്രീസിങ്. അതായത് എഫ് എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് എന്ന് പറയുന്നത് കോൺവെക്സ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇനി പ്രൂഫിൽ കിടക്കാം. നമ്മൾ ആദ്യം ഫസ്റ്റ് അസ്യൂം ദാറ്റ് എഫ് ഈസ് കോൺവെക്സ് ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. പ്രൂവ് ചെയ്യേണ്ടത് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഈസ് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ആദ്യം ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് 2 പോയിൻറ്റ്സ് ചൂസ് ചെയ്യാണ്, എസ്സും വൈയും, സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ വൈ. അങ്ങനത്തെ 2 പോയിൻറ്റ്സ് നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് ചൂസ് ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മൾ സപ്പോസ് ചെയ്യാണ് ടി എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1, അതായത് 0 ലെസ് ദാൻ ടി ലെസ് ദാൻ 1 ആകുന്ന രീതിയിൽ ടി എന്ന് പറഞ്ഞ പോയിൻറ്റിനും ചൂസ് ചെയ്യാണ്. നമുക്കറിയാം 0 ലെസ് ദാൻ എന്താണ്, ടി ആണ്. അതുപോലെ തന്നെ എക്സ് ലെസ് ദാൻ എന്താണ്, വൈ ആണ്. അപ്പോൾ വൈ മൈനസ് എക്സ് എന്താകും, ഗ്രേറ്റർ ദാൻ ദി 0 ആകും. അപ്പോൾ ടി ഗ്രേറ്റർ ദാൻ 0 ആണ്, വൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഗ്രേറ്റർ ദാൻ ദി 0 ആണ്. അപ്പോൾ നമുക്ക് ടി ഗ്രേറ്റർ ദാൻ 0 കിട്ടി, വൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടി, ഗ്രേറ്റർ ദാൻ ദി 0 എന്ന് കിട്ടി. അങ്ങനെ ആകുമ്പോൾ ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്താവും, ഗ്രേറ്റർ ദാൻ ദി 0, അതായത് 0 ലെസ് ദാൻ ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് കിട്ടും. ഈ ടി ഇൻറ്റു വൈ മൈനസ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ മൈനസ് എക്സ് എന്ന് എഴുതാം. നോക്കി, 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ മൈനസ് എക്സ്. ഇനി എക്സ്പാൻഡ് ചെയ്ത് നോക്കി, 1 മൈനസ് ടി ഇൻറ്റു എക്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും, നമുക്ക് എന്ത് കിട്ടും, എക്സ് മൈനസ് ടി എക്സ് പ്ലസ് ടി വൈ മൈനസ് എക്സ് എന്ന് കിട്ടും. എക്സും ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി എന്ത് കിട്ടും, ടി വൈ മൈനസ് ടി എക്സ് എന്ന് കിട്ടും. ടീനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് കിട്ടി. അപ്പോൾ ടി ഇൻറ്റു വൈ മൈനസ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ മൈനസ് എക്സ് എന്ന് എഴുതാം. ഇനി നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് എന്താണ്, എഫ് എന്ന് പറയുന്നത് കോൺവെക്സ് ഫംഗ്ഷൻ ആണെന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡെഫിനേഷൻ ഓഫ് കോൺവെക്സിറ്റി അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും, എഫ് ഓഫ് ടി വൈ പ്ലസ് 1 മൈനസ് ടി ഇൻറ്റു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഇൻറ്റു എഫ് ഓഫ് വൈ എന്ന് കിട്ടും, ഡെഫിനേഷൻ ഓഫ് കോൺവെക്സ് ഫംഗ്ഷൻ അനുസരിച്ച്. അതിന് നമ്മൾ ഇക്വേഷൻ സ്റ്റാറിന്ന് മാർക്ക് ചെയ്തു. ഈ ഇക്വേഷൻ സ്റ്റാറിനെ ടി ഇൻറ്റു വൈ മൈനസ് എക്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, എഫ് ഓഫ് 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ ഡിവൈഡ് ബൈ ടി ഇൻറ്റു വൈ മൈനസ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഇൻറ്റു എഫ് ഓഫ് വൈ ഡിവൈഡ് ബൈ ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് കിട്ടും. ആർ എച്ച് എസിലെ ന്യൂമറേറ്റർ എന്താണ്, 1 മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഇൻറ്റു എഫ് ഓഫ് വൈ ആണ്. അടുത്ത 1 മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് എക്സിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എഫ് ഓഫ് എക്സ് മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ 1 മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഇൻറ്റു എഫ് ഓഫ് വൈ ഡിവൈഡ് ബൈ ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്താണ്, എഫ് ഓഫ് എക്സ് മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഇൻറ്റു എഫ് ഓഫ് വൈ ഡിവൈഡ് ബൈ ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് കിട്ടും. ഇനി ന്യൂമറേറ്ററിൽ മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഉണ്ട്, പ്ലസ് ടി ഇൻറ്റു എഫ് ഓഫ് വൈ ഉണ്ട്. അതിൽ നിന്ന് പ്ലസ് ടി പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഇൻറ്റു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഓൾ ഡിവൈഡ് ബൈ ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് കിട്ടും. നമുക്ക് എന്ത് കിട്ടും, എഫ് ഓഫ് 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ ഓൾ ഡിവൈഡ് ബൈ ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഇൻറ്റു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഓൾ ഡിവൈഡ് ബൈ ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് കിട്ടി. ഈ ആർ എച്ച് എസിൽ നമുക്ക് എങ്ങനെ എഴുതാം, ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടി ഇൻറ്റു വൈ മൈനസ് എക്സ് പ്ലസ് ടി ഇൻറ്റു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഓൾ ഡിവൈഡ് ബൈ ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് എഴുതാം. ഇനി
ടി ഇൻറ്റു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഓൾ ഡിവൈഡ് ബൈ ടി ഇൻറ്റു വൈ മൈനസ് എക്സ് ഇല്ലേ, അതിൽ ടിയും ടിയും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടി ഇൻറ്റു വൈ മൈനസ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ വൈ മൈനസ് എക്സ് എന്ന് കിട്ടും. ഈ എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടി ഇൻറ്റു വൈ മൈനസ് എക്സിനെ നമ്മൾ എൽ എച്ച് എസ് സി കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ ഡിവൈഡ് ബൈ ടി ഇൻറ്റു വൈ മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടി ഇൻറ്റു വൈ മൈനസ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ എഫ് ഓഫ് 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ ഡിവൈഡ് ബൈ ടി ഇൻറ്റു വൈ മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടി ഇൻറ്റു വൈ മൈനസ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് കിട്ടി. എൽ എച്ച് എസ് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഓൾ ഡിവൈഡ് ബൈ ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് എഴുതാം. ഇനി എൽ എച്ച് എസ് സി കിടക്കുന്ന ആ എഫ് ഓഫ് 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈയിലെ അതിൽ 1 മൈനസ് ടി ഇൻറ്റു എക്സിലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് മൈനസ് ടി എക്സ് പ്ലസ് ടി വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് കിട്ടും. അതായത് എഫ് ഓഫ് എക്സ് മൈനസ് ടി എക്സ് പ്ലസ് ടി വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഓൾ ഡിവൈഡ് ബൈ ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് കിട്ടും. അത് ലെസ് ദാൻ ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഓൾ ഡിവൈഡ് ബൈ വൈ മൈനസ് എക്സ് ആണ്. ഇനി എഫ് ഓഫ് എക്സ് മൈനസ് ടി എക്സ് പ്ലസ് ടി വൈ, അവിടെ മൈനസ് ടി എക്സ് ഉണ്ട് പ്ലസ് ടി വൈ ഉണ്ട്. അതിൽ നമ്മൾ പ്ലസ് ടി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഇൻറ്റു വൈ മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടി ഇൻറ്റു വൈ മൈനസ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ വൈ മൈനസ് എക്സ് എന്ന് കിട്ടും. ഇനി നമ്മൾ ടി എന്ന് പറയുന്ന ആ വേരിയബിളിനെ സീറോയിലേക്ക് ടെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് എക്സിലേക്ക് പോകും, ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് സീറോയിലേക്ക് പോകും. അതായത് ടി എന്ന് പറയുന്നത് സീറോയിലേക്ക് പോയാൽ എക്സ് പ്ലസ് ടി ഇൻറ്റു വൈ മൈനസ് എക്സ്, അതായത് എക്സ് പ്ലസ് 0 ഇൻറ്റു വൈ മൈനസ് എക്സ് അതെന്താണ്? എക്സ് ആണ്. അപ്പോൾ എക്സ് പ്ലസ് ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് എക്സിലേക്ക് പോകും, ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് സീറോയിലേക്ക് പോകും. അപ്പോൾ ടി എന്ന് പറഞ്ഞ വേരിയബിൾ സീറോയിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ വൈ മൈനസ് എക്സ് എന്ന് കിട്ടും. അത് നമ്മൾ ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്തു. ഇനി 0 ലെസ് ദാൻ ടി ലെസ് ദാൻ 1 ആണ്. അതായത് ടി എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ 1 ആണ്. അങ്ങനെ ആകുമ്പോൾ 1 മൈനസ് ടി എന്താവും? 1 മൈനസ് ടി എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആകും. അതുപോലെ തന്നെ എക്സ് ലെസ് ദാൻ എന്താണ്? വൈ ആണ്. അങ്ങനെ ആകുമ്പോൾ എക്സ് മൈനസ് വൈ എന്താകും? ലെസ് ദാൻ 0 ആകും. അപ്പോൾ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ 0 ആണ്. അതായത് 0 ഗ്രേറ്റർ ദാൻ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ ആണെന്ന് കിട്ടും. ഈ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ മൈനസ് വൈ എന്ന് എഴുതി. അത് 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ മൈനസ് വൈ എന്ന് എഴുതിക്കൂടെ? അപ്പോൾ നോക്കി 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ അത് ഈക്വൽ ടു എന്താണ്? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് മൈനസ് വൈ മൈനസ് ടി എക്സ് പ്ലസ് ടി വൈ എന്ന് എഴുതിക്കൂടെ? ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ മൈനസ് ടി എക്സ് ഉണ്ട്. എക്സിനെ പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇൻറ്റു 1 മൈനസ് ടി എന്ന് കിട്ടും പ്ലസ് ടി വൈ മൈനസ് വൈ എന്ന് കിട്ടും. അപ്പോൾ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു 1 മൈനസ് ടി പ്ലസ് ടി വൈ മൈനസ് വൈ എന്ന് കിട്ടും. നമ്മുടെ ഇക്വേഷൻ സ്റ്റാർ എന്താണ്? എഫ് ഓഫ് ടി വൈ പ്ലസ് 1 മൈനസ് ടി ഇൻറ്റു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഇൻറ്റു എഫ് ഓഫ് വൈ ആണ്. ആ ഇക്വേഷനെ നമ്മൾ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടുത്തെ സൈൻ എന്താവും? ഇൻ്റർചേഞ്ച് ആവും. കാരണം എന്താണ്? 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ്. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താവും? ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആയി മാറും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് എക്സ്
പ്ലസ് ടി ഇൻറ്റു എഫ് ഓഫ് വൈ ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് കിട്ടും. ആർ എച്ച് എസിലെ ന്യൂമറേറ്ററിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് എക്സിനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഇൻറ്റു എഫ് ഓഫ് വൈ ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് കിട്ടും. ന്യൂമറേറ്ററിൽ മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഉണ്ട്, പ്ലസ് ടി ഇൻറ്റു എഫ് ഓഫ് വൈ എന്നുണ്ട്. അതിന് പ്ലസ് ടി പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഇൻറ്റു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് കിട്ടും. ന്യൂമറേറ്ററിൽ നമ്മൾ എഫ് ഓഫ് വൈ സബ്ട്രാക്റ്റ് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? എഫ് ഓഫ് 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഇൻറ്റു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ പ്ലസ് എഫ് ഓഫ് വൈ ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് കിട്ടും. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഇൻറ്റു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ പ്ലസ് എഫ് ഓഫ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് എഴുതിക്കോടെ. അപ്പോൾ എന്ത് കിട്ടി? എഫ് ഓഫ് 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഇൻറ്റു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ പ്ലസ് എഫ് ഓഫ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് കിട്ടി. ഇവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഇൻറ്റു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ അല്ലേ? ആ പ്ലസ് ടിയുടെ സ്ഥാനത്ത് നമ്മൾ എന്തിട്ട് കൊടുക്കുക? മൈനസ് ടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ എന്ന് കിട്ടും. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഇൻറ്റു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കോടെ. മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ പ്ലസ് എഫ് ഓഫ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ പ്ലസ് എഫ് ഓഫ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് കിട്ടി. ഇവിടെ മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഉണ്ട്, പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഉണ്ട്. അതിൽ നിന്ന് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഇൻറ്റു 1 മൈനസ് ടി ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ പ്ലസ് എഫ് ഓഫ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് കിട്ടി. അപ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഇൻറ്റു 1 മൈനസ് ടി ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ. അതിൽ 1 മൈനസ് ടി എന്ത് പോയും? ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ എന്ത് കിട്ടും? ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൈ പ്ലസ് എഫ് ഓഫ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് കിട്ടി. ഈ എഫ് ഓഫ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈനെ എൽ എച്ച് എസ്സിക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്ത് കിട്ടും? എഫ് ഓഫ് 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ മൈനസ് എഫ് ഓഫ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൈ എന്ന് കിട്ടും. ഇനി ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? എൽ എച്ച് എസിനെ എഫ് ഓഫ് 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ മൈനസ് എഫ് ഓഫ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് എഴുതിക്കൂടെ. അതായത് എഫ് ഓഫ് 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ മൈനസ് എഫ് ഓഫ് വൈ ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൈ എന്ന് കിട്ടി. എൽ എച്ച് എസ്സിൽ 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ എന്നില്ലേ? നമുക്കറിയാം
1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ മൈനസ് വൈ എന്താണ്? 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ ആണ്. അങ്ങനെയാകുമ്പോൾ 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ എന്തായി മാറും? 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ പ്ലസ് വൈ എന്നായിരിക്കൂടെ. അതായത് നമ്മൾ ആദ്യം 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്? 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ മൈനസ് വൈ എന്നാണ്. അങ്ങനെയാകുമ്പോൾ 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ ഈക്വൽ ടു എന്തായി മാറും? 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ പ്ലസ് വൈ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് ഓഫ് 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ ആണ്. ആ 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈയുടെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ പ്ലസ് വൈ എന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടി? എഫ് ഓഫ് 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ പ്ലസ് വൈ മൈനസ് എഫ് ഓഫ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൈ എന്ന് കിട്ടി. ഈ ടി എന്ന് പറഞ്ഞ എലമെൻറ്റിനെ 1ലേക്ക് കൊടുക്കുകയാണെങ്കിൽ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ പ്ലസ് വൈ എന്തിലേക്ക് പോകും? വൈയിലേക്ക് ടെൻഡ് ചെയ്യും. ഈ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 0ലേക്കും ടെൻഡ് ചെയ്യും. അതായത് നമ്മൾ ടിക്ക് 1 ഇട്ട് കൊടുക്കുക. ടിക്ക് 1 ഇട്ട് കൊടുക്കുമ്പോൾ 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ പ്ലസ് വൈ എന്ന് പറയുന്നത് എവിടേക്ക് പോകും? വൈയിലേക്ക് ടെൻഡ് ചെയ്യും. 1 മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 0ലേക്ക് പോകും. അപ്പോൾ ടി എന്ന് പറയുന്നത് 1ലേക്ക് ടെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഡാഷ് വൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൈ എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ 2 എന്ന് മാർക്ക് ചെയ്തു. ഇക്വേഷൻ 1 എന്താണ്? ഇക്വേഷൻ 1 എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ വൈ മൈനസ് എക്സ് ആണ്. ഇതിനിങ്ങനെ എഴുതിക്കോട്ടെ. എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൈ എന്ന് എഴുതാം. അപ്പോൾ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് വൈ എന്ന് കിട്ടും. 1ഉം 2ഉം കമ്പയർ ചെയ്യുമ്പോൾ അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് കിട്ടും. അതായത് ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് കിട്ടും. ഇനി നമുക്ക് എഫ് നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? എഫ് എന്ന് പറയുന്നത് കോൺവെക്സ് ഫംഗ്ഷൻ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ കോൺവേഴ്സ്ലി സപ്പോസ് ചെയ്യുക ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് അസ്യൂം ചെയ്യുക. പ്രൂവ് ചെയ്യേണ്ടത് എഫ് എന്ന് പറയുന്നത് കോൺവെക്സ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ കോൺവേഴ്സ്ലി സപ്പോസ് ദാൻ എഫ് ഡാഷ് ഈസ് ഇൻക്രീസിങ് ആൻഡ് എക്സ് ലെസ് ദാൻ യു ലെസ് ദാൻ വൈ ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ എക്സ് ലെസ് ദാൻ യു ലെസ് ദാൻ വൈ ആണ് ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മീൻ വാല്യൂ തിയറം അനുസരിച്ച് നമുക്ക് 2 പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. R and X such that X less than R less than U less than X less than Y. അതായത് ബൈ മീൻ വാല്യൂ തിയറം അനുസരിച്ച് there exists R and X where X less than R less than U less than X less than Y എന്ന് കിട്ടും. എഫ് ഡാഷ് ഓഫ് ആർ എന്ന് പറയുന്നത് എഫ് ഓഫ് യു മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ യു മൈനസ് എക്സ് എന്നും എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് യു ഡിവൈഡ് ബൈ വൈ മൈനസ് യു എന്ന് കിട്ടും. ഇനി ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്താണ്? ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. അങ്ങനെ ആകുമ്പോൾ എഫ് ഡാഷ് ഓഫ് ആർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ അതായത് എഫ് ഓഫ് യു മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ യു മൈനസ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് യു ഡിവൈഡ് ബൈ വൈ മൈനസ് യു എന്ന് കിട്ടും. ഇത് ഏതൊരു യുക്കും എന്ത് ചെയ്യും? ഹോൾഡ് ചെയ്യും. വേർ യു എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ എക്സ് വൈ ആണ്. അതായത് എക്സ് ലെസ് ദാൻ യു ലെസ് ദാൻ വൈ ആണ്. നമ്മളിനി യു ഈക്വൽ ടു 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ ആണ് അസ്യൂം ചെയ്യുക. വേർ ടി എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ടി ലെസ് ദാൻ 1 ആണ്. അപ്പോൾ എഫ് ഓഫ് യു മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ യു മൈനസ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് യു ഡിവൈഡ് ബൈ വൈ മൈനസ് യു ആണ്. യുവിൻ്റെ സ്ഥാനത്ത് 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ
ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് യു മൈനസ് എഫ് ഓഫ് എക്സ് ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ മൈനസ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് യു ഡിവൈഡ് ബൈ വൈ മൈനസ് 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ എന്ന് കിട്ടും. അതായത് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? എഫ് ഓഫ് യു മൈനസ് എഫ് ഓഫ് എക്സ് ഓൾ ഡിവൈഡ് ബൈ ടി ഇൻറ്റു വൈ മൈനസ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് യു ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് യു മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടി ഇൻറ്റു വൈ മൈനസ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് യു ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് കിട്ടി. അതായത് നമ്മുടെ ഇതെങ്ങനെയായിരുന്നു? എഫ് ഓഫ് യു മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ യു മൈനസ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് യു ഡിവൈഡ് ബൈ വൈ മൈനസ് യു എന്നായിരുന്നു. യുവിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് യു ഈക്വൽ ടു എന്താണ്? 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ ആണ്. 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് ടി എക്സ് പ്ലസ് ടി വൈ എന്ന് കിട്ടും. അങ്ങനെ ആകുമ്പോൾ യു മൈനസ് എക്സ് എന്താവും? യു മൈനസ് എക്സ് ഈക്വൽ ടു ടി വൈ മൈനസ് ടി എക്സ് എന്ന് കിട്ടും. അതായത് ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് യു മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ യു മൈനസ് എക്സ് അല്ലേ? അപ്പോൾ യു മൈനസ് എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കിട്ടി? ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് കിട്ടി. അതുപോലെ തന്നെ വൈ മൈനസ് യു നമുക്ക് കണ്ടുപിടിക്കണം. യു ഈക്വൽ ടു എന്താണ്? 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ ആണ്. അങ്ങനെയാകുമ്പോൾ അതിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ട, നമുക്ക് യു ഈക്വൽ ടു 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ ആണ്. അവിടെ നമ്മൾ വൈ എന്ന് പറഞ്ഞ എലമെൻറ്റിനെ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? യു ഈക്വൽ ടു 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ പ്ലസ് വൈ മൈനസ് വൈ എന്ന് കിട്ടും. അങ്ങനെ ആകുമ്പോൾ വൈ മൈനസ് യു എന്താവും? വൈ മൈനസ് യു ഈക്വൽ ടു 1 മൈനസ് ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് കിട്ടും. അത് ചെയ്ത് നോക്കിയാൽ മതി. യു ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? യു ഈക്വൽ ടു 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ പ്ലസ് വൈ മൈനസ് വൈ എന്ന് കിട്ടി. അങ്ങനെ ആകുമ്പോൾ വൈ മൈനസ് യു എന്താവും? വൈ മൈനസ് യു ഈക്വൽ ടു മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് ടി പ്ലസ് ടി വൈ മൈനസ് വൈ എന്ന് കിട്ടി. അതായത് മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് ടി പ്ലസ് വൈ ഇൻറ്റു 1 മൈനസ് ടി. വൈ മൈനസ് യു ഈക്വൽ ടു മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് ടി മൈനസ് ടി വൈ പ്ലസ് വൈ എന്ന് കിട്ടും. അപ്പോൾ വൈ മൈനസ് യു ഈക്വൽ ടു മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് ടി പ്ലസ് വൈ ഇൻറ്റു 1 മൈനസ് ടി എന്ന് കിട്ടി. അതായത് 1 മൈനസ് ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് കിട്ടി. ഒന്നുകൂടി പറയാം. യു ഈക്വൽ ടു എന്താണ്? 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ പ്ലസ് വൈ മൈനസ് വൈ ആണ്. ഈ യു ഈക്വൽ ടു 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ പ്ലസ് വൈ മൈനസ് വൈ എന്ന് കിട്ടി. അപ്പോൾ വൈ മൈനസ് യു എന്താവും? വൈ മൈനസ് യു ഈക്വൽ ടു മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് ടി മൈനസ് ടി വൈ പ്ലസ് വൈ എന്ന് കിട്ടി. അവിടുത്തെ പ്ലസ് വൈനെ പുറത്തേക്ക് എടുത്ത് നമുക്ക് എന്ത് കിട്ടും? പ്ലസ് വൈ ഇൻറ്റു 1 മൈനസ് ടി എന്ന് കിട്ടും. അതായത് 1 മൈനസ് ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ വൈ മൈനസ് യു ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 1 മൈനസ് ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് കിട്ടി. അതായത് എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് യു ഡിവൈഡ് ബൈ വൈ മൈനസ് യു എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് യു ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് കിട്ടി. അതായത് എഫ് ഓഫ് യു മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് യു മൈനസ് എഫ് ഓഫ് യു ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് കിട്ടി. അത് ഈക്വൽ ടു എന്താണ്? 1 മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് യു മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് യു ഇൻറ്റു ടി ആണ്. അതായത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. അപ്പം നമുക്ക് ഇത് കിട്ടും 1 മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് യു മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് യു ഇൻറ്റു ടി എന്ന് കിട്ടും. ഈ യുവിൻ്റെ സ്ഥാനത്ത് 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ടി ഇൻറ്റു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ എന്ന് കിട്ടി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എഫ് ഓഫ് 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ
പ്ലസ് ടി ഇൻറ്റു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ടി ഇൻറ്റു എഫ് ഓഫ് വൈ മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ എന്ന് കിട്ടി. എൽ എച്ച് എസ്സിൽ മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ ഉണ്ട്. ആർ എച്ച് എസ്സിലും മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ ഉണ്ട്. അത് രണ്ടും എന്താകും? ക്യാൻസൽ ചെയ്തപ്പോൾ ബാക്കി നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ മൈനസ് എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഇൻറ്റു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ടി ഇൻറ്റു എഫ് ഓഫ് വൈ എന്ന് കിട്ടി. അതായത് നമ്മൾ ഈ മൈനസ് എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഇൻറ്റു എഫ് ഓഫ് എക്സിനെ നമ്മൾ ആർ എച്ച് എസ് സി കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ ലെസ് ദാൻ ഈക്വൽ ടു ടി ഇൻറ്റു എഫ് ഓഫ് വൈ മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും. ഇവിടെ ടി ഇൻറ്റു എഫ് ഓഫ് വൈ ഉണ്ട്, മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഉണ്ട്. അതിന് എല്ലാം ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു ടി ഇൻറ്റു എഫ് ഓഫ് വൈ മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. ഇവിടെ മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഉണ്ട്, പ്ലസ് എഫ് ഓഫ് എക്സ് ഉണ്ട്. അതിൽ നിന്ന് എഫ് ഓഫ് എക്സ് പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് ഇൻറ്റു 1 മൈനസ് ടി എന്ന് കിട്ടും. അതായത് എഫ് ഓഫ് 1 മൈനസ് ടി ഇൻറ്റു എക്സ് പ്ലസ് ടി വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു 1 മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഇൻറ്റു എഫ് ഓഫ് വൈ എന്ന് കിട്ടി. അതായത് എഫ് എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? കോൺവെക്സ് ഫംഗ്ഷൻ എന്ന് കിട്ടി. ബൈ ഡെഫിനേഷൻ അനുസരിച്ച് എഫ് എന്ന് പറയുന്നത് കോൺവെക്സ് ഫംഗ്ഷൻ എന്ന് കിട്ടി. ഇതിൻ്റെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. അടുത്തത് നമുക്ക് തിയറം 3.7ലേക്ക് നോക്കാം. അടുത്തത് തിയറം 3.7 ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ലെറ്റ് എ ലെസ് ദാൻ ബി ആൻഡ് ലെറ്റ് ജി ബി ദി വെർട്ടിക്കൽ സ്ട്രിപ്പ് കളക്ഷൻ ഓഫ് എക്സ് പ്ലസ് ഐ വൈ സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി ആൻഡ് സപ്പോസ് ദാറ്റ് എഫ് ഫ്രം G bar to C is continuous and F is analytic in G if we define M from closed interval AB to R by M of x equal to supreme of mod F of x plus IY where minus infinity less than y less than infinity and mod F of z less than equal to B for all z in G, then log M of x is a convex function. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: എ എന്ന് പറയുന്നത് ലെസ് ദാൻ ബി ആണ്, ജി എന്ന് പറയുന്നത് വെർട്ടിക്കൽ സ്ട്രിപ്പ് കളക്ഷൻ ഓഫ് എക്സ് പ്ലസ് ഐ വൈ സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി ആണ്. അതായത് ജി എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് എക്സ് പ്ലസ് ഐ വൈയുടെ ഫോമാണ്. വൈ എന്ന് പറയുന്നത് ഏത് വേണമെങ്കിലാവാം, പക്ഷേ എക്സ് എന്ന് പറയുന്നത് എയ്ക്കും ബിക്കും ഇടയിൽ കിടക്കുന്ന പോയിൻറ്റ്സ് മാത്രമേ പറ്റുള്ളൂ. അതാണ് എക്സ് എന്ന് പറയുന്നത്. ഇനി എഫ് എന്ന് പറയുന്നത് എന്താണ്? എഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ഫ്രം ജി ബാർ ടു സി. അതുപോലെ തന്നെ എഫ് എന്ന് പറയുന്നത് അനലിറ്റിക് ഫംഗ്ഷൻ ഇൻ ജി ആണ്. നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്: ക്യാപിറ്റൽ എം ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ടു ആർ ബൈ എം ഓഫ് എക്സ് ഈക്വൽ ടു സുപ്രീം ഓഫ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ വേർ വൈ എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റിയിലേക്കും ഇൻഫിനിറ്റിയിലും കിടക്കുന്ന പോയിൻ്റാണ്. അതുപോലെ തന്നെ മോഡ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു ബി ഫോർ ഓൾ സെഡ് ഇൻ ജി. അതായത് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ബൈ ബി ഇൻ ജി ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ലോഗ് എം ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിൻ്റെ പ്രൂഫ് സ്നേഹയാണ് എടുക്കുന്നത്, അവളെടുക്കും. ഇനി കുറച്ച് നോട്ടാണ്. ലോഗ് എം ഓഫ് എക്സ് എന്ന് പറയുന്നത് കോൺവെക്സ് ഫംഗ്ഷൻ ആണെന്ന് മീൻ ചെയ്യുന്നത് എന്താണ്? ഫോർ എ ലെസ് ദാൻ എക്സ് a less than equal to x less than u less than y less than equal to b implies y minus x into log m of u less than equal to y minus u into log m of x പ്ലസ് യു മൈനസ് എക്സ് ലോഗ് എം ഓഫ് വൈ ആണ്. അതായത് ലോഗ് എം ഓഫ് എക്സ് എന്ന് പറയുന്നത് കോൺവെക്സ് ഫംഗ്ഷനാണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? വൈ മൈനസ് എക്സ് ഇൻറ്റു ലോഗ് എം ഓഫ് യു ലെസ് ദാൻ ഈക്വൽ ടു വൈ മൈനസ് യു ഇൻറ്റു ലോഗ് എം ഓഫ് എക്സ് പ്ലസ് യു മൈനസ് എക്സ് ഇൻറ്റു ലോഗ് എം ഓഫ് വൈ ആണ്. വേർ എ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ യു ലെസ് ദാൻ വൈ ലെസ് ദാൻ ഈക്വൽ ടു ബി ആണ്. രണ്ട് സൈഡിലും എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ എന്ത് കിട്ടും? എം ഓഫ് യു റേസ് ടു വൈ മൈനസ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എം ഓഫ് എക്സ് റേസ് ടു വൈ മൈനസ് യു
ഇൻറ്റു എം ഓഫ് വൈ റേസ് ടു യു മൈനസ് എക്സ് എന്ന് കിട്ടും. അതായത് ലോഗ് എം ഓഫ് എക്സ് എന്ന് പറയുന്നത് കോൺവെക്സ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്താൽ മതി? എം ഓഫ് യു റേസ് ടു വൈ മൈനസ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എം ഓഫ് എക്സ് റേസ് ടു വൈ മൈനസ് യു ഇൻറ്റു എം ഓഫ് വൈ റേസ് ടു യു മൈനസ് എക്സ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇനി ലോഗ് എം ഓഫ് എക്സ് എന്ന് പറയുന്നത് കോൺവെക്സ് ഫംഗ്ഷൻ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ലോഗ് എം ഓഫ് എക്സ് എന്താവും? ബൗണ്ടഡ് ആണെന്ന് കിട്ടും. നമ്മൾ അസ്യൂം ചെയ്യാം ലോഗ് എം ഓഫ് എക്സ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ബൈ മാക്സിമം ഓഫ് ലോഗ് എം ഓഫ് എ ലോഗ് എം ഓഫ് ബി ആണെന്ന് അസ്യൂം ചെയ്യുക. അതായത് എം ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു മാക്സിമം ഓഫ് എം ഓഫ് എ എം ഓഫ് ബി എന്ന് കിട്ടും. അതായത് ലോഗ് എം ഓഫ് എക്സ് എന്ന് പറയുന്നത് കോൺവെക്സ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എം ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു മാക്സിമം ഓഫ് എം ഓഫ് എ എം ഓഫ് ബി എന്ന് കിട്ടും. അടുത്തത് കൊറോളറി 3.9 ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ലെറ്റ് എ ലെസ് ദാൻ ബി ആൻഡ് ലെറ്റ് ജി ബി ദി വെർട്ടിക്കൽ സ്ട്രിപ്പ് കളക്ഷൻ ഓഫ് എക്സ് പ്ലസ് ഐ വൈ സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. ലെറ്റ് എഫ് ഫ്രം ജി ബാർ ടു സി ബി കണ്ടിന്യൂസ് and let f be analytic on G. Then for all z element of G and f is constant, f is not constant, then mod f of z less than supreme of mod f of w where w element of dou G for all z in G. അതായത് തിയറത്തിൻ്റെ കൊറോളറിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: എ ലെസ് ദാൻ ബി, ജി എന്ന് പറയുന്നത് വെർട്ടിക്കൽ സ്ട്രിപ്പ് കളക്ഷൻ ഓഫ് എക്സ് പ്ലസ് ഐ വൈ സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. അതായത് ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കൽ സ്ട്രിപ്പ് കളക്ഷൻ ഓഫ് എക്സ് പ്ലസ് ഐ വൈയുടെ ഫോമാണ്. എക്സ് എന്ന് പറയുന്നത് എയ്ക്കും ബിക്കും ഇടയിൽ കിടക്കുന്നതായിരിക്കണം. വൈ എന്ന് പറയുന്നത് ഏത് വേണമെങ്കിലാകാം. പിന്നെ എഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് ഫ്രം ജി ബാർ ടു സി. ആൻഡ് എഫ് എന്ന് പറയുന്നത് അനലിറ്റിക് ഫംഗ്ഷൻ ഓൺ ജി ആണ് ഫോർ ഓൾ സെഡ് എലമെൻറ്റ് ഓഫ് ജി. ആൻഡ് എഫ് എന്ന് പറയുന്നത് ഇസ് നോട്ട് കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ പ്രൂവ് ചെയ്യേണ്ടത് മോഡ് എഫ് ഓഫ് സെഡ് ലെസ് ദാൻ സുപ്രീം ഓഫ് മോഡ് എഫ് ഓഫ് ഡബ്ല്യു വേർ ഡബ്ല്യു എലമെൻറ്റ് ഓഫ് ഡോ ജി ഫോർ ഓൾ സെഡ് ഇൻ ജി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് മോഡ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ സുപ്രീം ഓഫ് മോഡ് എഫ് ഓഫ് ഡബ്ല്യു വെർ ഡബ്ല്യു എലമെൻറ്റ് ഓഫ് ഡോ ജി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഈ ജി എന്താണ്? ജി എന്ന് പറയുന്നത് വെർട്ടിക്കൽ സ്ട്രിപ്പ് കളക്ഷൻ ഓഫ് എക്സ് പ്ലസ് ഐ വൈ ആണ്. എഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഫ്രം ജി ബാർ ടു സി ആണ്. എഫ് എന്ന് പറയുന്നത് അനലിറ്റിക് ഫംഗ്ഷൻ ഓൺ ജി ആണ്. അതുപോലെ തന്നെ എഫ് എന്ന് പറയുന്നത് ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനും കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ മോഡ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ സുപ്രീം ഓഫ് മോഡ് എഫ് ഓഫ് ഡബ്ല്യു വെർ ഡബ്ല്യു എലമെൻറ്റ് ഓഫ് ഡോ ജി ഫോർ ഓൾ സെഡ് ഇൻ ജി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി പ്രൂഫിലേക്ക് എടുക്കാം. നമ്മുടെ ലോഗ് എം ഓഫ് എക്സ് എന്താണ്? ലോഗ് എം ഓഫ് എക്സ് എന്ന് പറയുന്നത് കോൺവെക്സ് ഫംഗ്ഷനാണ്. ബൈ തിയറം 3.7 അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? ലോഗ് എം ഓഫ് എക്സ് എന്ന് പറയുന്നത് കോൺവെക്സ് ഫംഗ്ഷനാണെന്ന് കിട്ടും. ലോഗ് എം ഓഫ് എക്സ് കോൺവെക്സ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്തറിയാം? എം ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു മാക്സിമം ഓഫ് എം ഓഫ് എ എം ഓഫ് ബി എന്ന് കിട്ടും. അതായത് മോഡ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ സുപ്രീം ഓഫ് മോഡ് എഫ് ഓഫ് ഡബ്ല്യു വേർ ഡബ്ല്യു എലമെൻറ്റ് ഓഫ് ഡോ ജി എന്ന് കിട്ടും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂഫ് ഇത്രയേ ഉള്ളൂ. അടുത്തത് ലെമ്മ 3.10. ലെറ്റ് എഫ് ആൻഡ് ജി ബി ഡിഫൈൻഡ് ആസ് ജി ബി ദി വെർട്ടിക്കൽ സ്ട്രിപ്പ് കളക്ഷൻ ഓഫ് എക്സ് പ്ലസ് ഐ വൈ സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി ആൻഡ് എഫ് ഫ്രം ജി ബാർ ടു സി ഈസ് കണ്ടിന്യൂസ് ആൻഡ് എഫ് ഈസ് അനലിറ്റിക് ഇൻ ജി. Further, suppose that mod f of z less than equal to 1 for z element of dou g. Then prove that mod f of z less than equal to 1 for z element of g. സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ജി എന്ന് പറയുന്നത് വെർട്ടിക്കൽ സ്ട്രിപ്പ് കളക്ഷൻ ഓഫ് എക്സ് പ്ലസ് ഐ വൈ സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. അതുപോലെ തന്നെ എഫ് എന്ന് പറയുന്നത് എന്താണ്? എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഫ്രം ജി ബാർ ടു സി. അതുപോലെ തന്നെ എഫ് എന്ന് പറയുന്നത് അനലിറ്റിക് ഇൻ ജി ആണ്. സപ്പോസ് ചെയ്യുക മോഡ് എഫ് ഓഫ് സെഡ് ലെസ് ദാൻ ഈക്വൽ ടു 1 ഫോർ സെഡ് എലമെൻറ്റ് ഓഫ് ഡോ ജി. പ്രൂവ് ചെയ്യേണ്ടത് മോഡ് എഫ് ഓഫ് സെഡ് ലെസ് ദാൻ ഈക്വൽ ടു 1 ഫോർ സെഡ് എലമെൻറ്റ് ഓഫ് ജി. അതായത് സെഡ് എന്ന് പറയുന്നത് ജിയുടെ അകത്ത് പോയിൻ്റ് ആണെങ്കിൽ മോഡ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇനി പ്രൂഫിലേക്ക് കിടക്കാം.
let epsilon greater than 0 define g epsilon of z equal to 1 plus epsilon into z minus a all raised to minus 1 for each z in g bar. അതായത് നമ്മൾ ആദ്യം എക്സ്ലോൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് സപ്പോസ് ചെയ്തു, പുതിയൊരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തു. ജി എക്സ്ലോൺ ഓഫ് സെഡ് ഈക്വൽ ടു 1 പ്ലസ് എക്സ്ലോൺ ഇൻറ്റു സെഡ് മൈനസ് എ ഓൾ റേസ് ടു മൈനസ് 1 ഫോർ ഈച്ച് സെഡ് എലമെൻറ്റ് ഓഫ് ജി ബാർ. ലെറ്റ് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് നമ്മൾ ചൂസ് ചെയ്തു, വേർ സെഡ് എലമെൻറ്റ് ഓഫ് ജി ബാർ. ലെറ്റ് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ വേർ സെഡ് എലമെൻറ്റ് ഓഫ് ജി ബാർ എന്ന് നമ്മൾ സപ്പോസ് ചെയ്തു. ജി എക്സ്ലോൺ ഓഫ് സെഡ് എന്താണ്? 1 പ്ലസ് എക്സ്ലോൺ ഇൻറ്റു സെഡ് മൈനസ് എ ഓൾ റേസ് ടു മൈനസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് ജി എക്സ്ലോൺ ഓഫ് സെഡ് എന്താവും? മോഡുലസ് ഓഫ് ജി എക്സ്ലോൺ സെഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു മോഡുലസ് ഓഫ് 1 പ്ലസ് എക്സ്ലോൺ ഇൻറ്റു സെഡ് മൈനസ് എ ഓൾ റേസ് ടു മൈനസ് 1 കിട്ടും. ഇത് ലെസ് ദാൻ ഈക്വൽ ടു എന്താണ്? മോഡുലസ് ഓഫ് റിയൽ പാർട്ട് ഓഫ് 1 പ്ലസ് എക്സ്ലോൺ ഇൻറ്റു സെഡ് മൈനസ് എ ഓൾ റേസ് ടു മൈനസ് 1 ആണ്. നമ്മൾ മുമ്പത്തെ ഡിഗ്രി ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. മോഡ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു എന്താണ്? മോഡുലസ് ഓഫ് റിയൽ പാർട്ട് ഓഫ് സെഡ് എന്ന് നമുക്കറിയാം. അപ്പോൾ മോഡുലസ് 1 പ്ലസ് എക്സ്ലോൺ ഇൻറ്റു സെഡ് മൈനസ് എ ഓൾ റേസ് ടു മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ ഈക്വൽ ടു മോഡുലസ് ഓഫ് റിയൽ പാർട്ട് ഓഫ് 1 പ്ലസ് എക്സ്ലോൺ ഇൻറ്റു സെഡ് മൈനസ് എ ഓൾ റേസ് ടു മൈനസ് 1 ആണ്. ഇത് ഈക്വൽ ടു എന്താണെന്ന് കിട്ടും? മോഡുലസ് ഓഫ് 1 പ്ലസ് എക്സ്ലോൺ ഇൻറ്റു എക്സ് മൈനസ് എ ഓൾ റേസ് ടു മൈനസ് 1 ആണെന്ന് കിട്ടും. കാരണം എന്താണ്? റിയൽ പാർട്ട് ഓഫ് 1 പ്ലസ് എക്സ്ലോൺ ഇൻറ്റു സെഡ് മൈനസ് എ ആണ്. സെഡ് ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പോൾ റിയൽ പാർട്ട് ഓഫ് സെഡ് എന്താണ്? എക്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലെസ് ദാൻ ഈക്വൽ ടു മോഡുലസ് ഓഫ് 1 പ്ലസ് എക്സ്ലോൺ ഇൻറ്റു എക്സ് മൈനസ് എ ഓൾ റേസ് ടു മൈനസ് 1 കിട്ടും. ഇത് ഓൾറെഡി എന്തായിരിക്കും? ലെസ് ദാൻ ഈക്വൽ ടു 1 ആണെന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മോഡുലസ് ഓഫ് ജി എക്സ്ലോൺ ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു 1 ആണെന്ന് കിട്ടി. ഈ സെഡ് എന്ന് പറഞ്ഞ എലമെൻറ്റ് ഡോ ജിയുടെ അകത്താണെങ്കിൽ നമുക്ക് എന്താണെന്നറിയാം? മോഡ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു 1 ആണെന്നറിയാം. അപ്പോൾ സെഡ് എന്ന് പറഞ്ഞ എലമെൻറ്റ് ഡോ ജിയുടെ അകത്താണെങ്കിൽ, അതായത് സെഡ് എന്ന് പറയുന്ന എലമെൻറ്റ് ഓഫ് ഡോ ജി ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മോഡ് എഫ് ഓഫ് സെഡ് ഇൻറ്റു ജി എക്സ്ലോൺ ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു 1 ആണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മോഡ് എഫ് ഓഫ് സെഡ് ഇൻറ്റു ജി എക്സ്ലോൺ ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു 1 ഫോർ സെഡ് എലമെൻറ്റ് ഓഫ് ഡോ ജി എന്ന് കിട്ടി. ഇനി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് എന്ന് പറയുന്നത് അനലിറ്റിക് ഫംഗ്ഷൻ ഇൻ ജി ആണ്. അങ്ങനെയാകുമ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ എന്താവും? ബൗണ്ടഡ് ബൈ സം നമ്മൾ ബി എന്ന് വിളിച്ചു. അതായത് എഫ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ബൈ ബി ഇൻ ജി ആണെന്ന് കിട്ടും. അതായത് എഫ് എന്ന് പറയുന്നത് എന്താണ്? അനലിറ്റിക് ഫംഗ്ഷൻ ഇൻ ജി ആണ്. അതായത് എഫ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ഇൻ ജി ആണെന്ന് കിട്ടും. നമ്മൾ സം എന്ത് ചെയ്യുക? എഫ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ബൈ ബി ആണെന്ന് അസ്യൂം ചെയ്യുക. അതായത് മോഡ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു ബി ആണെന്ന് അസ്യൂം ചെയ്യുക. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുക മോഡ് എഫ് ഓഫ് സെഡ് ഇൻറ്റു ജി എക്സ്ലോൺ ഓഫ് സെഡ് എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുക. മോഡ് എഫ് ഓഫ് സെഡ് ഇൻറ്റു ജി എക്സ്ലോൺ ഓഫ് സെഡ് എന്താണ്? ലെസ് ദാൻ ഈക്വൽ ടു മോഡ് എഫ് ഓഫ് സെഡ് ഇൻറ്റു മോഡ് ജി എക്സ്ലോൺ ഓഫ് സെഡ് ആണ്. മോഡ് എഫ് ഓഫ് സെഡ് എന്താണ്? ലെസ് ദാൻ ഈക്വൽ ടു ബി ആണ്. ജി എക്സ്ലോൺ ഓഫ് സെഡ് എന്താണ്? 1 പ്ലസ് എക്സ്ലോൺ ഇൻറ്റു സെഡ് മൈനസ് എ ഓൾ റേസ് ടു മൈനസ് 1 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടി? ലെസ് ദാൻ ഈക്വൽ ടു ബി ഇൻറ്റു മോഡുലസ് ഓഫ് 1 പ്ലസ് എക്സ്ലോൺ ഇൻറ്റു സെഡ് മൈനസ് എ ഓൾ റേസ് ടു മൈനസ് 1 കിട്ടി. ഇത് ലെസ് ദാൻ ഈക്വൽ ടു എന്താണ്? ബി ഇൻറ്റു മോഡുലസ് ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് 1 പ്ലസ് എക്സ്ലോൺ ഇൻറ്റു സെഡ് മൈനസ് എ ഓൾ റേസ് ടു മൈനസ് 1 കിട്ടി. അതായത് മോഡുലസ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് എന്നറിയാം. അപ്പോൾ നമുക്ക് ലെസ് ദാൻ ഈക്വൽ ടു ബി ഇൻറ്റു മോഡുലസ് ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് 1 പ്ലസ് എക്സ്ലോൺ ഇൻറ്റു സെഡ് മൈനസ് എ ഓൾ റേസ് ടു മൈനസ് 1 കിട്ടി. ഈ മോഡുലസ് ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് 1 പ്ലസ് എക്സ്ലോൺ ഇൻറ്റു സെഡ് മൈനസ് എ ഓൾ റേസ് ടു മൈനസ് 1 എന്താണ്? ലെസ് ദാൻ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് എക്സ്ലോൺ സെഡ് ഇൻറ്റു ഓൾ റേസ് ടു മൈനസ് 1 ആണെന്ന് കിട്ടും. അത് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്ലോൺ ഇൻറ്റു മോഡുലസ് ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ഓൾ റേസ് ടു മൈനസ് 1 ആണെന്ന് എഴുതാം. അതായത് മോഡുലസ് ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് 1 പ്ലസ് എക്സ്ലോൺ ഇൻറ്റു സെഡ് മൈനസ് എ ഓൾ റേസ് ടു മൈനസ് 1 എന്താണ്? ലെസ് ദാൻ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് എക്സ്ലോൺ സെഡ് ഓൾ റേസ് ടു മൈനസ് 1 ആണ്. ഈ ഇമാജിനറി പാർട്ട് ഓഫ് എക്സ്ലോൺ സെഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്ലോൺ ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് എന്ന് എഴുതാം. അപ്പോൾ എന്ത് കിട്ടി? മോഡ് എഫ് ഓഫ് സെഡ് ഇൻറ്റു ജി എക്സ്ലോൺ ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു ബി ഇൻറ്റു എക്സ്ലോൺ ഇൻറ്റു മോഡുലസ് ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ഓൾ റേസ് ടു മൈനസ് 1 എന്ന് കിട്ടി. അതിന് ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്തു.
നമ്മൾ ഇനി അസ്യൂം ചെയ്യാണ് ആർ ഈക്വൽ ടു കളക്ഷൻ ഓഫ് എക്സ് പ്ലസ് ഐ വൈ സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ബി മോഡുലസ് ഓഫ് വൈ ലെസ് ദാൻ ഈക്വൽ ടു ബി ബൈ എക്സ് ലോൺ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇനീക്വാലിറ്റി 1 നമുക്ക് എന്ത് കിട്ടും? മോഡ് എഫ് ഓഫ് സെഡ് ഇൻറ്റു ജി എക്സ് ലോൺ ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു ബി ഇൻറ്റു എക്സ് ലോൺ ഇൻറ്റു മോഡുലസ് ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ഓൾ റേസ് ടു -1 ആണ്. അത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 1 ബൈ എക്സ് ലോൺ ഇൻറ്റു മോഡുലസ് ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് എന്ന് എഴുതാം. ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് എന്താണ്? വൈ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മോഡ് എഫ് ഓഫ് സെഡ് ഇൻറ്റു ജി എക്സ് ലോൺ ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു ബി ഇൻറ്റു 1 ബൈ എക്സ് ലോൺ ഇൻറ്റു മോഡ് വൈ എന്ന് കിട്ടി. മോഡ് വൈ നമ്മൾ എന്താക്കി ചൂസ് ചെയ്തിട്ടുണ്ട്? ലെസ് ദാൻ ഈക്വൽ ടു ബി ബൈ എക്സ് ലോൺ ആണെന്ന് ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോഡ് എഫ് ഓഫ് സെഡ് ഇൻറ്റു ജി എക്സ് ലോൺ ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു ബി ഇൻറ്റു 1 ബൈ എക്സ് ലോൺ ഇൻറ്റു ബി ബൈ എക്സ് ലോൺ ആണെന്ന് കിട്ടും. അതായത് മോഡ് എഫ് ഓഫ് സെഡ് ഇൻറ്റു ജി എക്സ് ലോൺ ഓഫ് സെഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് കിട്ടും? ലെസ് ദാൻ ഈക്വൽ ടു 1 ആണെന്ന് കിട്ടും. മനസ്സിലായില്ല? അതായത് നമ്മൾ ആർ ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ബി മോഡ് വൈ ലെസ് ദാൻ ഈക്വൽ ടു ബി ബൈ എക്സ് ആണെന്ന് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനീക്വാലിറ്റി 1 എന്താണ്? മോഡ് എഫ് ഓഫ് സെഡ് ഇൻറ്റു ജി എക്സ് ലോൺ ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലോൺ ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ഓൾ റേസ് ടു -1 ആണ്. അതിന് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? മോഡ് എഫ് ഓഫ് സെഡ് ഇൻറ്റു ജി എക്സ് ലോൺ ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു ബി ഇൻറ്റു 1 ബൈ എക്സ് ലോൺ മോഡുലസ് ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് എന്ന് എഴുതാം. ഈ ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് എന്താണ്? വൈ ആണ്. അപ്പോൾ അതായത് ലെസ് ദാൻ ഈക്വൽ ടു ബി ഇൻറ്റു 1 ബൈ എക്സ് ലോൺ ഇൻറ്റു മോഡ് വൈ എന്ന് കിട്ടും. മോഡ് വൈ എന്താണ്? ലെസ് ദാൻ ഈക്വൽ ടു ബി ബൈ എക്സ് ലോൺ ആണ്. അതായത് മോഡ് എഫ് ഓഫ് സെഡ് ഇൻറ്റു ജി എക്സ് ലോൺ ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു ബി ഇൻറ്റു 1 ബൈ എക്സ് ലോൺ ഇൻറ്റു ബി ബൈ എക്സ് ലോൺ എന്ന് കിട്ടും. ഈ ബിയും എക്സ് ലോണൊക്കെ ക്യാൻസൽ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലെസ് ദാൻ ഈക്വൽ ടു 1 ആണെന്ന് കിട്ടും. അതായത് മോഡ് എഫ് ഓഫ് സെഡ് ഇൻറ്റു ജി എക്സ് ലോൺ ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു 1 ഫോർ ഓൾ സെഡ് എലമെൻറ്റ് ഓഫ് ഡോ ആർ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ മാക്സിമം മൊഡ്യൂൾസ് തിയറം സെക്കൻഡ് വേർഷൻ അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? മോഡ് എഫ് ഓഫ് സെഡ് ഇൻറ്റു ജി എക്സ് ലോൺ ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു 1 ഫോർ ഓൾ സെഡ് എലമെൻറ്റ് ഓഫ് ആർ ആണെന്ന് കിട്ടും. ബട്ട് മാക്സിമം മൊഡ്യൂൾ സെക്കൻഡ് വേർഷൻ തിയറം എന്താണ്? മോഡ് എഫ് ഓഫ് സെഡ് ലെസ് ദാൻ ഈക്വൽ ടു 1 ഫോർ സെഡ് എലമെൻറ്റ് ഓഫ് ഡോ ജി ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ലെസ് ദാൻ ഈക്വൽ ടു 1 ഫോർ സെഡ് എലമെൻറ്റ് ഓഫ് ജി ആണെന്നറിയാം. അതനുസരിച്ച് ഇവിടെ ജിയുടെ പകരം എന്താണ്? ആറാണ്. അപ്പോൾ മോഡ് എഫ് ഓഫ് സെഡ് ഇൻറ്റു ജി എക്സ് ലോൺ ഓഫ് സെഡ് ഇത് മോഡ് എഫ് ഓഫ് സെഡ് ഇൻറ്റു ജി എക്സ് ലോൺ ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു 1 ഫോർ ഓൾ സെഡ് എലമെൻറ്റ് ഓഫ് ആറാന്ന് കിട്ടി. അതായത് മാക്സിമം മൊഡ്യൂൾ സെക്കൻഡ് വേർഷൻ തിയറം എന്താണ്? മോഡ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു 1 ഫോർ സെഡ് എലമെൻറ്റ് ഓഫ് ഡോ ജി ആണെങ്കിൽ നമുക്ക് എന്താണെന്ന് കിട്ടും? മോഡ് എഫ് ഓഫ് സെഡ് ലെസ് ദാൻ ഈക്വൽ ടു 1 ഫോർ സെഡ് എലമെൻറ്റ് ഓഫ് ജി ബാർ ആണെന്ന് കിട്ടും. അപ്പോൾ അതനുസരിച്ച് നമുക്കിവിടെ എന്ത് കിട്ടും? മോഡ് എഫ് ഓഫ് സെഡ് ഇൻറ്റു ജി എക്സ് ലോൺ ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു 1 ഫോർ ഓൾ സെഡ് എലമെൻറ്റ് ഓഫ് ആറാന്ന് കിട്ടും. നമ്മൾ ഇനി നെക്സ്റ്റ് അസ്യൂം ചെയ്യാം സെഡ് എലമെൻറ്റ് ഓഫ് ജി സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ബി ബൈ എക്സ് ലോൺ ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 1 നമുക്ക് എന്ത് കിട്ടും? മോഡ് എഫ് ഓഫ് സെഡ് ഇൻറ്റു ജി എക്സ് ലോൺ ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു ബി ഇൻറ്റു 1 ബൈ എക്സ് ലോൺ ഇൻറ്റു ബി ബൈ എക്സ് ലോൺ ആണെന്ന് കിട്ടും. അതായത് മോഡ് എഫ് ഓഫ് സെഡ് ഇൻറ്റു ജി എക്സ് ലോൺ സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു ബി ഇൻറ്റു എക്സ് ലോൺ 1 ബൈ ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ആണ്. ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് എന്താണ്? വൈ ആണ്. അപ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു ബി ഇൻറ്റു 1 ബൈ എക്സ് ലോൺ ഇൻറ്റു മോഡ് വൈ എന്ന് കിട്ടും. മോഡുലസ് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് എന്താണ്? ഗ്രേറ്റർ ദാൻ ബി ബൈ എക്സ് ലോൺ ആണ്. അപ്പോൾ 1 ബൈ മോഡുലസ് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് എന്താവും? ലെസ് ദാൻ ദി ബി ബൈ എക്സ് ലോൺ ആണെന്ന് കിട്ടും. അപ്പോൾ മോഡ് എഫ് ഓഫ് സെഡ് ഇൻറ്റു ജി എക്സ് ലോൺ സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു ബി ഇൻറ്റു 1 ബൈ എക്സ് ലോൺ ഇൻറ്റു ബി ബൈ എക്സ് ലോൺ ആണെന്ന് കിട്ടും. അതായത് ലെസ് ദാൻ ഈക്വൽ ടു 1 ആണെന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സെഡ് എലമെൻറ്റ് ഓഫ് ജി ആണെങ്കിൽ മോഡ് എഫ് ഓഫ് സെഡ് ഇൻറ്റു ജി എക്സ് ലോൺ ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു 1 ആണെന്ന് കിട്ടി. അതായത് ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മോഡ് എഫ് ഓഫ് സെഡ് ഇൻറ്റു ജി എക്സ് ലോൺ ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു 1 ഫോർ സെഡ് എലമെൻറ്റ് ഓഫ് ജി ആണെന്ന് കിട്ടി. അതായത് മോഡ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു 1 ബൈ മോഡ് ജി എക്സ് ലോൺ ഓഫ് സെഡ് എന്ന് കിട്ടി. എക്സ് എന്ന് പറയുന്നത് ഒരു ആർബിട്രറി ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മോഡ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു 1 ഫോർ ഓൾ സെഡ് എലമെൻറ്റ് ഓഫ് ജി എന്ന് കിട്ടി. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? മോഡ് എഫ് ഓഫ് സെഡ് ലെസ് ദാൻ ഈക്വൽ ടു 1 ഫോർ സെഡ് എലമെൻറ്റ് ഓഫ് ജി ആണ് പ്രൂവ് ചെയ്യേണ്ടത്.
നമ്മുടെ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? മോഡ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് <<1 ഫോർ ഓൾ സെഡ് എലമെൻറ്റ് ഓഫ് ജി ആണ് പ്രൂവ് ചെയ്തു. ഇത് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.